ദില്ലി ദാലി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ലോകപ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ MS വലിയത്താൻ 90-ാം വയസ്സിൽ ബുധനാഴ്ച രാത്രി മണിപ്പാലിൽ അന്തരിച്ചു. അദ്ദേഹം അലോപ്പതി ആയുർവേദ സമന്വയത്തിനു വേണ്ടി വളരെ മൗലികമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ്. അതേക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് അദ്ദേഹത്തിനുള്ള ഡോക്ടർ MS വലിയത്താനുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാനായി എത്തിയിരിക്കുന്നത് പ്രൊഫസർ K. മുരളിയാണ്. അദ്ദേഹം ഇപ്പോൾ കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ സെൻറ്റർ ഫോർ ടെക്സ്ച്വൽ സ്റ്റഡീസ് ആൻഡ് പബ്ലിക്കേഷൻസിൻ്റെ ചീഫ് എഡിറ്ററാണ്. അദ്ദേഹം തൃപ്പൂണിത്തറ ഗവൺമെൻറ് ആയുർവേദ കോളേജിൻ്റെ മെഡിക്കൽ സൂപ്രണ്ടും പ്രൊഫസറുമായിരുന്നു. ഇതിനെല്ലാം ഉപരി ഡോക്ടർ മുരളി വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാടിൻ്റെ മകനാണ്. ഈ സംഭാഷണത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഡോക്ടർ MS വലിയത്താനെ കുറിച്ച് ചെറിയൊരു മുഖവുര ഞാൻ നൽകുകയാണ്. അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകപ്രശസ്തനായ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്നു. മണിപ്പാൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം നേടിയതിനു ശേഷം ആണ് അദ്ദേഹം ലിവർപൂൾ സർവകലാശാലയിൽ നിന്ന് ശസ്ത്രക്രിയയിൽ ബിരുദാനന്തര ബിരുദം നേടിയത്. ജോൺസ് ഹോപ്കിൻസ്, ജോർജ് വാഷിങ്ടൺ, ജോർജ് ടൗൺ എന്നീ സർവകലാശാലകളിൽ നിന്നെല്ലാം ശസ്ത്രക്രിയയിൽ കൂടുതൽ പരിശീലനം നേടിയിട്ട് അദ്ദേഹം അവിടെ സമയം ചെലവഴിക്കാതെ, അവിടെ ജീവിതം മാറ്റിവെക്കാതെ 1972 ഇന്ത്യയിലേക്ക് തിരികെ എത്തുകയായിരുന്നു എന്നുള്ളതാണ്. രാഷ്ട്രം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചതാണ്. അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സംഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഗതം പ്രൊഫസർ K. മുരളി. സ്വാഗതം. ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും, ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിലും വൈദ്യശാസ്ത്ര രംഗത്ത് നിൽക്കുവാനുള്ള എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും തന്നെ വളർത്തിയ ഈ രാജ്യത്ത് ജീവിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചതിനെക്കുറിച്ച് അതിൽ വലിയൊരു പങ്ക് കേരള മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോൻ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ച ആ മനസ്സിനെ എങ്ങനെയാണ് കാണുന്നത് പ്രൊഫസർ മുരളി? വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനം തന്നെയാണ് അദ്ദേഹം ആ കാര്യത്തിൽ എടുത്തത് എന്ന് എനിക്ക് തോന്നുന്നു. ജനിച്ച നാടിനോടും ഒക്കെയുള്ള ഒരു മമതയും ഇഷ്ടവും ഒക്കെ തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നിൽക്കുവാനും കൂടുതൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് പ്രേരകമായിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാട്ടിലെ ആരോഗ്യത്തിന്റെ അവസ്ഥ, അതിന് ഏതെങ്കിലും തരത്തിൽ പരിഹാരം കാണാൻ ഉള്ള ഉദ്യമം, ഇതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിനെ ഏറ്റവും അധികം പ്രേരിപ്പിച്ചത് നാട്ടിൽ നിൽക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശാസ്ത്ര സാങ്കേതികത സാധാരണക്കാരിലേക്ക് എത്തിക്കുവാനും അദ്ദേഹം ആവുന്നതും ശ്രമിച്ചു എന്നും വിലയിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ പോഡ്കാസ്റ്റിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് മഹത്തായ വൈദ്യ സംഹിതകളുടെ സമന്വയം അദ്ദേഹത്തിന് എങ്ങനെ സാധ്യമായി, അതിനുവേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തത്, ആ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരതീയ പാരമ്പര്യം? പ്രത്യേകിച്ച് നമുക്കറിയാം അദ്ദേഹം കേരളത്തിൻ്റെ ഗണിതശാസ്ത്രത്തിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ചെയ്ത സംഭാവനകളും അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഞാൻ വൈദ്യരംഗത്തേക്ക് മാത്രം വരികയാണ്. ഈ വൈദ്യരംഗത്തെ ഭാരതീയതയെ അങ്ങനെയൊന്നുണ്ടെങ്കിൽ, ഭാരതീയത എന്നൊക്കെ അതിനെ വിളിക്കാമെങ്കിൽ, എങ്ങനെയാണ് ഡോക്ടർ MS വലിയത്താനെ പോലെ ഈ പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിലെ വിശാരദനായിരുന്ന അദ്ദേഹം അതിനെ എങ്ങനെയാണ് സമീപിച്ചത്? അതിന് ഒരു കാര്യം, പല മാധ്യമങ്ങളിലും വന്ന അദ്ദേഹത്തിന് കൊടുത്ത വിശേഷണം എന്നുള്ളത് ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ എന്നാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പരിമിതമായൊരു വിശേഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രവർത്തനത്തിന്റെ ആദ്യത്തെ കുറച്ച് കാലഘട്ടത്തിലൊക്കെ ശസ്ത്രക്രിയയിലും മറ്റു ചികിത്സയിലും ഒക്കെ ഏർപ്പെട്ടിരിക്കാം
എങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ ഊന്നൽ മുഴുവൻ തന്നെ ഗവേഷണത്തിലായി. അങ്ങനെ തന്നെയാണല്ലോ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കം അദ്ദേഹത്തിലൂടെ തന്നെ കുറിക്കപ്പെടുന്നത്. അത് ഞാനുമായിട്ടുള്ള വ്യക്തിപരമായ സംഭാഷണത്തിലും അതുമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അന്ന് വേറൊരാളെയാണ് ഉദ്ദേശിച്ചത്, മറ്റൊരു ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനെയാണ് യഥാർത്ഥത്തിൽ സി അച്യുതമേനോൻ ആദ്യം കണ്ടുവച്ചത്. അപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില നിബന്ധനകളൊക്കെ വെക്കുകയും ചെയ്തപ്പോഴാണ് അച്യുതമേനോൻ ഈ മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ MS വല്യത്താനെ വിളിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അതും നോക്കൂ, അവിടെ ചെയ്ത പ്രവർത്തനങ്ങളും നോക്കൂ. ചിത്ര വാൾവ്, അതെ, അതുവരെ ഹൃദയത്തിൽ വെക്കുന്ന വാൾവ് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതായിരുന്നു. എന്തുകൊണ്ട് നമ്മുടെ സാങ്കേതിക വിദ്യ തന്നെ ഉപയോഗിച്ചുകൂടാ എന്നുള്ള ചിന്തയാണ് അദ്ദേഹം ഒരു തദ്ദേശീയമായ ഒരു ഹൃദയ വാൾവ് വികസിപ്പിച്ചെടുത്ത് അതിന് ചിത്ര വാൾവ് എന്ന് പേര് കൊടുക്കാൻ കാരണം. അവിടെ തൊട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം ഗവേഷണ രംഗത്ത് തന്നെയായിരുന്നു അവിടെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ മണിപ്പാലിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് ആയുർവേദത്തിന്റെ ചില ചികിത്സാ വിജയങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശസ്ത്രക്രിയ കൊണ്ട് മാറ്റും, അതുകൊണ്ട് തന്നെ മാറുകയുള്ളൂ എന്ന് വിചാരിച്ച ചില രോഗങ്ങൾ ആയുർവേദ ചികിത്സ കൊണ്ട് മാറുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആയുർവേദത്തിലേക്ക് തിരിയാൻ സഹായകമായി. പക്ഷെ ആ സമയത്തൊന്നും അദ്ദേഹത്തിന് അതിലേക്ക് കൂടുതൽ ഊന്നലോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. മറ്റ് പ്രവർത്തനങ്ങളുടെയൊക്കെ തിരക്കുകളും അതും എല്ലാം കാരണം അദ്ദേഹത്തിന് അത്ര അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അവിടെ ചരകനെ പറ്റിയുള്ള ഒരു പ്രഭാഷണത്തിന് അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹം ചരക സംഹിത വിശദമായിട്ട് വായിക്കാനൊക്കെ ഇടയാകുന്നതും ആയുർവേദത്തിന്റെ ഒരു സിദ്ധാന്തപരമായ പശ്ചാത്തലത്തിലേക്കും കൂടി അദ്ദേഹം ആകൃഷ്ടനാകുന്നതും ആ സമയത്താണ്. പലരും, പ്രത്യേകിച്ച് ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ ആയുർവേദത്തിനെ കാണുന്നത് സസ്യൌഷധങ്ങളുടെ ഒരു ലോകം, സസ്യൌഷധങ്ങളുടെ ഒരു കലവറ എന്നുള്ള ഒരു പരിമിതമായ രീതിയിലാണ് കാണുന്നത്. അദ്ദേഹം അങ്ങനെയല്ല ആയുർവേദത്തിനെ വീക്ഷിച്ചത്. അത്രയധികം പ്രയോഗങ്ങൾ ആയുർവേദത്തിൽ ഉണ്ടെങ്കിൽ അതിന് ഉപോദ്ബലകമായിട്ടുള്ള സിദ്ധാന്തങ്ങളും ആയുർവേദത്തിൽ കാണില്ലേ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം ആയുർവേദത്തിനെ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയത്. സാധാരണ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഒരു മരുന്ന്, അത് ഈ രോഗം മരുന്ന്, അതിനുള്ള ഔഷധം, അതിനുള്ള ചെടി എന്നുള്ള പരിമിതമായ ചിന്തയെ മാത്രമേ പുലർത്തിയിരുന്ന സമയത്താണ് അദ്ദേഹം ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഈ ചരകനെ പറ്റിയുള്ള പ്രഭാഷണത്തിന് ശേഷം അദ്ദേഹം ചരക സംഹിത കൂടുതൽ വായിക്കാൻ ഇടയായി. അപ്പോൾ അതിനെക്കുറിച്ച് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ആ കൃതി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പല ആയുർവേദ പണ്ഡിതന്മാരെയും അദ്ദേഹം സമീപിക്കുകയുണ്ടായി. അപ്പൊ പലരും ഈ പറഞ്ഞു തരുന്നത് അത്രത്തോളം ഒരു മൗലികതയോട് കൂടിയല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നി. കഴിയുന്നതും ഈ പല ആളുകളും ഇതിനെ വിവരിക്കുന്നത് എങ്ങനെയെങ്കിലും അത് ആധുനിക ശാസ്ത്രമായി കൂട്ടിയിണക്കി കൊണ്ടുപോയി വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങളാണ് പലരുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കിട്ടിയത്. അങ്ങനെയാണ് അദ്ദേഹം എന്റെ പിതാവും കൂടിയായ രാഘവൻ തിരുവൽപ്പാടിന്റെ അടുത്ത് എത്തുന്നതും അദ്ദേഹം കൃത്യമായ ഒരു ദാർശനികവും ഭാരതീയമായ ഒരു ശാസ്ത്രീയതയും കൂടി പൈതൃകത്തിന്റെ പശ്ചാത്തലത്തിൽ ചരകത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത്. അങ്ങനെ കൂടെ അവിടെ വന്നുകൊണ്ടിരുന്നു. ഓരോ ഭാഗവും എഴുതിയത് പരിശോധിക്കുകയും മറ്റും ചെയ്തിരുന്നു. അതിലുള്ള അദ്ദേഹത്തിന്റെ ആ കൃതജ്ഞത കൃത്യമായും ലെഗസി ഓഫ് ചരക എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പ്രത്യേകമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ചില ഇന്റർവ്യൂവിലൊക്കെ നമ്മുടെ കാലത്തെ ചരകൻ എന്ന് അദ്ദേഹം അച്ഛനെ വിശേഷിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇത് വളരെ ചരകത്തിന്റെ ഒരു നല്ല വിവർത്തനം എന്നുള്ളത് കവിഞ്ഞ് ഒരു അവലോകനവും കൂടിയാണ് എന്ന് കാണാം. കേവലം ഇംഗ്ലീഷിലേക്കുള്ള ഒരു വിവർത്തനം മാത്രമല്ല, വിഷയാധിഷ്ഠിതമായി വിഭജിക്കപ്പെട്ട് ഒരു ആധുനികമായ ഒരു അവലോകനത്തോട് കൂടിയാണ് അദ്ദേഹം ലെഗസി ഓഫ് ചരക എഴുതിയത് എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതാണ് അദ്ദേഹത്തിനെ ആയുർവേദത്തിനോടുള്ള സമീപനത്തിൽ തന്നെ വ്യത്യസ്തൻ ആക്കുന്നത് എന്ന് കാണേണ്ട ഒരു കാര്യം. മാത്രമല്ല, ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ചരക പൈതൃകം എന്ന നിലയിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. അതിന്
ഏറ്റവും നല്ല വിവർത്തനത്തിനുള്ള 2009 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കൂടി ലഭിച്ചു. അതെന്റെ അനുജത്തി ഡോക്ടർ കെ മുത്തുലക്ഷ്മിയാണ് ആ വിവർത്തനം നിർവഹിച്ചത്. അപ്പോ അതൊരു ഭാഷകൾ തമ്മിലുള്ള അസാധാരണമായ ഒരു വിനിമയത്തിനും കൂടി കാരണമായി എന്നുള്ളതാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത. സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ചരക സംഹിത ഇംഗ്ലീഷിലേക്ക് വന്നു, അതിനെ വീണ്ടും മലയാളത്തിലേക്കാക്കി. ഈ 3 ഭാഷകളും തമ്മിലുള്ള ഒരു വിനിമയത്തിന്റെ അല്ലെങ്കിൽ ഒരു പാരസ്പര്യത്തിന്റെ പശ്ചാത്തലത്തിനും കൂടി അത് ഉതകി എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഗ്രന്ഥരചനയിലൂടെ വിഷയത്തെ വേണ്ട രീതിയിൽ സമഗ്രമായി പഠിക്കുന്നതിലൂടെയാണ് അദ്ദേഹം ആയുർവേദത്തിൽ എത്തിച്ചേരുന്നത് എന്ന് കാണാം. അതിനുശേഷമാണ് ലെഗസി ഓഫ് സുശ്രുത എന്ന പേരിൽ സുശ്രുത സംഹിതയെ ഏതാണ്ട് അത്രയും തന്നെ പേജുകളോടെ വിസ്തരിച്ച് പഠിച്ച് ഒരു ഗ്രന്ഥമാക്കി അദ്ദേഹം എഴുതുന്നത്. അതിനുശേഷം ലെഗസി ഓഫ് വാഗ്ഭട. ഈ 3 കൃതികളാണ് ചരകസംഹിത, സുശ്രുത സംഹിത, വാഗ്ഭട സംഹിത. ഗ്രേഡ് 3 ഓഫ് ആയുർവേദ എന്ന് പറഞ്ഞ് 3 വോളിയമായിട്ട് ലഭിക്കുന്നു ഉണ്ടല്ലോ അല്ലെ? അതെ അതെ, വൃദ്ധത്രയി എന്നാണ് ആയുർവേദത്തിലും ഈ 3 ഗ്രന്ഥങ്ങളെ പറ്റി പറയുന്നത്. ഏറ്റവും സീനിയർ മാസ്റ്റേഴ്സ് ആണ് ഇവര് 3 പേരും. പിന്നീടുണ്ടായ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉള്ളതാണ്. ഇതിൽ നിന്ന് ശാസ്ത്രത്തെ മുമ്പോട്ട് കൊണ്ടുപോയി എങ്കിൽ പോലും അടിസ്ഥാനമായിട്ട് ഈ 3 ഗ്രന്ഥങ്ങൾ തന്നെയാണ്. അങ്ങനെ അത്തരത്തിൽ ആഴത്തിൽ 3 ഗ്രന്ഥങ്ങളും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഗവേഷണ രംഗത്തേക്ക്, ആയുർവേദത്തിന്റെ ഗവേഷണ രംഗത്തേക്ക് കടക്കുന്നത്. അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ആയുർവേദത്തിന്റെ പിറകിൽ ഒരു സയൻസ് കാണണം. സയൻസ് എന്നുള്ളത് ഞാൻ പറയുന്നത് ആധുനിക ശാസ്ത്രത്തിനെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ്. അതുകൊണ്ട് ആയുർവേദിക് സയൻസ് ഇനീഷ്യേറ്റീവ് എന്ന പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ ആയുർവേദത്തിലെ ഗവേഷണ പദ്ധതി തന്നെ. അത് വിവിധ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളൊക്കെ ചേർന്ന് ഒരു മൾട്ടി സെന്റേഡ് ആയിട്ടുള്ള ഒരു ഗവേഷണ പദ്ധതിയാണ് അദ്ദേഹം അതിൽ ആവിഷ്കരിച്ചത്. കേവലം ഒരു രോഗിക്ക് എന്തെങ്കിലും മരുന്ന് കൊടുക്കുക, അതിന്റെ ഫലം തിട്ടപ്പെടുത്തുക എന്നുള്ള പരിമിതമായ അർത്ഥം അദ്ദേഹം ആ ഗവേഷണത്തിൽ കണ്ടു തന്നെയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആയുർവേദിക് ബയോളജി എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ രചിക്കുകയും ആയുർവേദം ശരീരത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ വീക്ഷണം അദ്ദേഹം ആ ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിക്കുകയും കൂടി ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം ആയുർവേദിക് ബയോളജി എന്ന് തന്നെ അതിനെ പറഞ്ഞു. ത്രിദോഷങ്ങൾ, വാതം, പിത്തം, കഫം എന്നിങ്ങനെയുള്ള 3 തത്വങ്ങളെ ആസ്പദമാക്കിയാണ് ശരീരത്തിന്റെ മുഴുവൻ പ്രവർത്തനത്തെയും ആയുർവേദം കാണുന്നത്. ആഹാരവും ഔഷധവും ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ അളക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളായിട്ടും കൂടി ഈ വാതപിത്ത കഫങ്ങളെ ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയതോടെ അതിനെ അദ്ദേഹം വളരെ ആഴത്തിൽ പഠിക്കാനുള്ള ശ്രമം നടത്തുകയും അങ്ങനെയാണ് പല ഗവേഷണ പദ്ധതികളിലേക്കും അദ്ദേഹം എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ പ്രകൃതിയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ പഠനവും വളരെ ശ്രദ്ധേയമാണ്. അല്ലെ, ഒരേ ശരീരം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതിൽ ഹൃദയമുണ്ട്, കരള്, ലിവർ ഉണ്ട്, എല്ലാം അവയവങ്ങളൊക്കെ എല്ലാവർക്കും ആണെങ്കിൽ പോലും ഓരോരുത്തരും വ്യത്യസ്തരും കൂടിയാണ്. അതെ, അപ്പോ ഓരോരുത്തരും അപൂർവമാണ്. ചില സമാനതകൾ ഉണ്ടെങ്കിൽ പോലും ആ അപൂർവതയെയാണ് ആയുർവേദം പ്രകൃതി എന്ന് വിളിക്കുന്നത്. വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി, വാദപിത്ത പ്രകൃതി, അങ്ങനെ പലതരത്തിൽ പ്രകൃതി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. കൃത്യമായി ലക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ശാരീരികമായ ലക്ഷണങ്ങൾ, മാനസികമായ ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ വികാരപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള പെരുമാറ്റ രീതികൾ, ഇതെല്ലാം ചേർത്തിട്ടാണ് ഒരാളുടെ പ്രകൃതി നിശ്ചയിക്കപ്പെടുന്നത്. അതിനടിസ്ഥാനപരമായിട്ട് ഒരു ജനറ്റിക് കോഡ് ഉണ്ടാവില്ലേ? എന്താണ് അതിന്റെ ഒരു ജീനുകളുടെ അവസ്ഥ എന്തായിരിക്കും ഓരോ പ്രകൃതിയും തമ്മിൽ എന്നുള്ള ഒരു ഗവേഷണം അദ്ദേഹത്തിന്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയായിരുന്നു. അങ്ങനെയാണ് പിത്തപ്രകൃതിക്ക് അനുബന്ധമായിട്ടുള്ള ഉപോദ്ബലകമായിട്ടുള്ള ജീനുകളെ കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്. ഇതൊക്കെ വളരെ, അതാണ് സയൻസ് ഇനീഷ്യേറ്റീവ് ഇൻ ആയുർവേദ എന്ന പേരിൽ ഉള്ള ഒരു തുടർച്ചയായിട്ടുള്ള ഗവേഷണ പദ്ധതികൾക്ക് ഒരു തുടക്കമായതും ഇത് തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ആമലകി രസായനം എന്ന് പറയുന്ന, അപ്പൊ നമുക്ക് തോന്നാം ഈ സിദ്ധാന്തപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഗവേഷണം ചെയ്തുള്ളൂ. അതല്ല, ആമലകി രസായനം എന്ന് പറയുന്ന ഒരു ഔഷധം അത് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെയും കൂടി സഹകരണത്തോട് കൂടി ചെയ്ത ഒരു ഗവേഷണ പദ്ധതിയാണ്. ഇത് വാർദ്ധക്യത്തെ ചെറുക്കുക എന്നുള്ളതും വൈദ്യശാസ്ത്രത്തിന്റെ ഒരു വിഷയമാണ്. രസായനം എന്ന പേരിൽ ആയുർവേദം അതിനെ വിളിക്കുന്നു.
അവിടെ ആമലകി രസായനം എങ്ങനെ DNA-കളിൽ പ്രവർത്തിച്ച് DNA റിപ്പയർ എങ്ങനെ നടത്തുന്നു എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യം ജന്തുക്കളിൽ പഠനം നടത്തി. അതും മറ്റൊരു പ്രത്യേകതയുള്ളത് ഡ്രോസോഫീലിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഈച്ചകളിലാണ് ആ പഠനം നടത്തിയത് എന്ന് കാണാം. അതായത് ഓരോ അവയവവും ഓരോ കോശങ്ങളെയും പറ്റിയും ഉള്ള ഗവേഷണത്തിന് മാതൃകയായി ഓരോ തരം ജന്തുക്കളാണ് ഉള്ളത്. എല്ലാ ജന്തുക്കളിലും എല്ലാ തരം ഗവേഷണങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ DNA പഠനത്തിന് ഏറ്റവും പറ്റിയ മോഡൽ ഈ ഈച്ചകളാണ് എന്നുള്ളതും ഈ ഗവേഷണത്തിന്റെ ഫലമായിട്ട് കൂടി ഉണ്ടായ ഒരു കണ്ടുപിടുത്തം എന്ന് പറയാവുന്ന ഒന്നാണെന്ന് കാണാം. അങ്ങനെ അത് ആ സൂക്ഷ്മതലത്തിൽ എങ്ങനെ ഔഷധങ്ങൾ പ്രവർത്തിക്കുന്നു, ആയുർവേദ ഔഷധങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത് സംബന്ധിച്ചും ചില സൂചനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, പ്രാഥമികമായും പാശ്ചാത്യ ശരീരപഠനവും പാശ്ചാത്യമായ വൈദ്യശാസ്ത്രത്തിൽ അവഗാഹവും ഉണ്ടായിരുന്ന അദ്ദേഹം ശീലിച്ചത് അതായിരുന്നു. അദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ഒരു സംഘർഷം, ഒരു കോൺഫ്ലിക്റ്റ് ആയുർവേദത്തിൻ്റെ പദ്ധതികളുമായിട്ട് തോന്നിയിരുന്നോ, ഉണ്ടായിരുന്നെങ്കിൽ ഈ സമന്വയത്തിന് അദ്ദേഹം എങ്ങനെയാണ് തയ്യാറെടുത്തത്? എനിക്ക് തോന്നുന്നത് അത്തരം ഒരു കോൺഫ്ലിക്റ്റ് അദ്ദേഹം കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ അത്ഭുതാതരങ്ങളോട് കൂടിയാണ് അദ്ദേഹം ആയുർവേദത്തെ വീക്ഷിച്ചത്. ഇതൊക്കെ ഇങ്ങനെയുണ്ടോ, ഇങ്ങനെയൊക്കെ നിരീക്ഷിക്കപ്പെട്ടിരുന്നോ എന്നൊരു അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹം ആയുർവേദ തത്വങ്ങളെയും പ്രയോഗങ്ങളെയും ഒക്കെ വീക്ഷിച്ചത് എന്നാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല, ഒരു ആയുർവേദക്കാരൻ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് അദ്ദേഹം ചിന്തിച്ചു പോയി എന്നുള്ളതാണ്. ഒരിക്കൽ കാറിൽ കുറച്ചു നേരം അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ ഇടയായപ്പോൾ അദ്ദേഹം പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് പ്രകൃതി നമ്മൾ മനുഷ്യരിൽ ഉണ്ട് എന്ന് സങ്കല്പിക്കപ്പെടുന്നു. അതിൽ ഗവേഷണമൊക്കെ നടത്തി കുറെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ ചിലത് മനസ്സിലാക്കാനും സാധിക്കുന്നു. പക്ഷെ പ്രകൃതി എന്നുള്ളത് സസ്യങ്ങളിലും ഇല്ലേ എന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ എനിക്ക് ഉത്തരവൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല. വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ വൃക്ഷായുർവേദത്തിന്റെ ചില പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അതില് സസ്യങ്ങൾക്കും പ്രകൃതി ഉണ്ടെന്നും സസ്യത്തിന്റെ ഓരോ പ്രകൃതിയുടെയും ലക്ഷണങ്ങൾ പറഞ്ഞതും ഞാൻ പിന്നെ വായിക്കാൻ ഇടയായത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ കഫപ്രകൃതിയുള്ള സസ്യങ്ങളായിരിക്കില്ലേ മനുഷ്യന്റെ വാതരോഗങ്ങൾക്ക് ഏറ്റവും യോജിച്ചത്? ആ രീതിയിൽ സസ്യങ്ങളുടെ പ്രകൃതി പഠിച്ചാൽ അതിന്റെ ഔഷധ ഗുണം എന്താണ് എന്നുള്ളതിന്റെ ചില സൂചകങ്ങൾ കിട്ടില്ലേ എന്ന് പോലും അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിഞ്ഞു. കഫപ്രകൃതിയുള്ള സസ്യം എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് ഒരു സസ്യം പറയാൻ പറ്റുമോ? ഉദാഹരണത്തിന് സസ്യം എന്ന് പറയുമ്പോൾ നല്ല കൊഴുത്ത് തടിച്ചു മാംസളമായ ഒരു ശരീരമുള്ള ഒരു മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഉള്ള ചെടിയെ നമുക്ക് ഈ ഒരു കഫപ്രകൃതിയായിട്ടുള്ള സസ്യം എന്ന് വിളിക്കാം. അതേസമയം വിണ്ട് കീറിയ തൊലിയോ ഒക്കെ ഉള്ളതോ അധികം ഇലകളില്ലാത്തതോ ഒക്കെ ആണെങ്കിൽ വാദപ്രകൃതിയാണ് സസ്യം എന്ന് വിളിക്കാം. അത്തരത്തിൽ വാദം എന്ന് പറയുമ്പോൾ കുറെ കൂടിയും ശരീരത്തിന് ശോഷണം ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ശരീര ഘടകമാണ്. അപ്പോഴവിടെ ഇത്തരത്തിലുള്ള കഫപ്രകൃതിയുടെ സ്വഭാവത്തോട് കൂടിയ ഔഷധങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, അതിനായിരിക്കും കൂടുതൽ സാധ്യത എന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. അത്തരത്തിൽ ഇങ്ങനെ തുറന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഗവേഷകത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമല്ല, അങ്ങനെ തുറന്ന് ചിന്താൻ കഴിയുക എന്നുള്ളത്. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇതിനും കുറെ കൂടി വിചിത്രം എന്നോ അല്ലെങ്കിൽ ഭാവനാത്മകം എന്നോ പറയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിലാണ് കാറ്റുവീഴ്ച വളരെ കൂടുതലാണ് തെങ്ങുകൾക്ക്. അതിന് ഇതേവരെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് അറിയാമല്ലോ. കേരളത്തിൽ തന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ തന്നെ ഹൃദ്രോഗവും വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവില്ലേ എന്നാണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നത്. അതായത് മണ്ണില് സീലിയം എന്ന് പറഞ്ഞ ഒരു സൂക്ഷ്മ മൂലകത്തിന്റെ കുറവാണ് ഈ കാറ്റുവീഴ്ചയ്ക്ക് കാരണം എന്നുള്ള ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ആയിരിക്കില്ലേ ചിലപ്പോൾ ഹൃദ്രോഗത്തിനും കാരണം എന്ന് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചു. പക്ഷെ അത് യാഥാസ്ഥിതികരായ ചില ശാസ്ത്രജ്ഞന്മാരുടെ
ഏറ്റുമുട്ടൽ കൊണ്ട് ആ രീതിയിലേക്കുള്ള ഗവേഷണം അദ്ദേഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഈ അതാണ് അദ്ദേഹത്തിന്റെ ഡോക്ടർ എം എടുത്തു എസ് പറയാവുന്ന. വല്യത്താന്റെ ജീവിതത്തിനെ മുൻനിർത്തി ഇപ്പോൾ താങ്കൾ ഉപയോഗിച്ചൊരു വാക്കിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഡോക്ടർ എം എസ് വല്യത്താന്റെ ജീവിതത്തിനെ മുൻനിർത്തി വൈദ്യരംഗത്തെ യാഥാസ്ഥിതികതയെ, അത് ആയുർവേദത്തിലായിക്കോട്ടെ അലോപ്പതിയിലായിക്കോട്ടെ, യാഥാസ്ഥിതികതയെ ഡോക്ടർ മുരളി എങ്ങനെയാണ് നിർവചിക്കുന്നത്? അതെ അതെ, നിലവിലുള്ള ആശയങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കാതെ അതിൽ തന്നെ ചിന്തകളെയും ശാസ്ത്രത്തെയും തളച്ചിടുക എന്നുള്ള ഒരു സമീപനമാണല്ലോ ഏത് രംഗത്തായാലും ഈ യാഥാസ്ഥിതികത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണോ യഥാസ്ഥിതി അല്ലെ, എങ്ങനെയാണോ അങ്ങനെ തന്നെ നിന്നാൽ മതി, അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് പോകണ്ട, ഇത് തന്നെയാണ് ശരി എന്നുള്ള ഒരു ചിന്താഗതിയെ തന്നെയാണല്ലോ ഈ യാഥാസ്ഥിതികത എന്ന് വിളിക്കുന്നത്. അത് ഏത് രംഗത്തായാലും ഒരു പ്രശ്നം തന്നെയാണ് അല്ലെ. അത് അദ്ദേഹം തന്നെ പല ഉദാഹരണങ്ങളിലും എടുത്തു കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മറ്റേ എഡ്വേർഡ് ജെന്നർ ആണല്ലോ നമ്മളുടെ വസൂരിക്കുള്ള ഈ ഇത് കണ്ടുപിടിച്ചത്, വാക്സിനേഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ അക്കാലത്തെ ഒരു നിരീക്ഷണമായിരുന്നു, ഗോവസൂരി, പശുക്കൾക്ക് വരുന്ന വസൂരി മനുഷ്യരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ യഥാർത്ഥത്തിലുള്ള വസൂരി വരുന്നില്ല എന്നുള്ള ഒരു നാട്ടറിവുണ്ടായിരുന്നു ആ ഭാഗത്ത്. അപ്പോൾ പശുവിനെ കറക്കുന്നവരുണ്ടായിരിക്കും, അപ്പോൾ അവരിലേക്കൊക്കെ അറിയാതെ ഈ അണുസംക്രമണം വരും, അവർക്ക് പിന്നെ വസൂരി വരുന്നില്ല എന്ന ഒരു നാട്ടറിവുണ്ടായിരുന്നു. അപ്പോൾ അത് എഡ്വേർഡ് ജെന്നറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹം ഗുരുവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ അന്നത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ അതിനെ പുച്ഛിച്ചു, അതൊന്നും ശരിയാവാൻ സാധ്യതയില്ല എന്ന്. അപ്പോൾ എഡ്വേർഡ് ജെന്നറിന്റെ ഗുരുവാണ് പറഞ്ഞത്, അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അത് ഗവേഷണം ചെയ്ത് നോക്കണം. ആ ഗവേഷണമാണ് ഇന്ന് ലോകത്തെ ആകെ മാറ്റിമറിച്ച വസൂരിക്കെതിരെയുള്ള വാക്സിനിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അത്തരം പഴയ അറിവുകൾ മുഴുവൻ തെറ്റാണ് എന്നുള്ള ധാരണ അതെങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു, അതിന്റെ ഒരു മെത്തഡോളജി അതിനും ഉണ്ടായിരിക്കും എന്ന രീതിയിൽ ആലോചിച്ചാൽ മാത്രമേ നമുക്ക് ഈ യാഥാസ്ഥിതികതയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അത് അദ്ദേഹം എടുത്തു പറയാറുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമായിട്ട് നമ്മൾ കാണണമെന്നും എനിക്ക് തോന്നുന്നു. ഇനി എനിക്ക് അവസാനമായിട്ട് എനിക്ക് ഒരു ചോദ്യമല്ല, ഞാൻ അങ്ങയുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ വരവോടുകൂടി, അല്ലെങ്കിൽ അതോടുകൂടി തന്നെ പാശ്ചാത്യ വൈദ്യത്തിൻ്റെ വലിയ പ്രചാരണം ഈ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് ആയുർവേദ രംഗത്തിൻ്റെ പുരോഗതിക്കും വീണ്ടും അവിടെ ഗവേഷണങ്ങൾ തുടരേണ്ട ആവശ്യകതയും ഗവേഷണങ്ങൾ ഒരു മരവിപ്പോ ഒരു മുരടിച്ചയോ ഉണ്ടാകുവാൻ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ വരവും അലോപ്പതിയുടെ വരവും ഒരു കാരണമായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ എം എസ് വല്യത്താൻ, അതായത് ആയുർവേദ രംഗത്ത് കാലാനുഗതമായി ഉണ്ടാകേണ്ട ഗവേഷണങ്ങൾ ഉണ്ടാകാതെ പോയൊരു കാലത്തിനെ കുറിച്ച് ഡോക്ടർ എം എസ് വല്യത്താന് ധാരണകൾ ഉണ്ടായിരുന്നു? അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം 2-3 കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഒന്ന്, ആയുർവേദക്കാരുടെ ഇടയിൽ തന്നെ വന്ന ഒരു യാഥാസ്ഥിതികത, പുതിയ അറിവുകളെ ഉൾക്കൊള്ളാനും. ഇപ്പൊ യുനാനി ഇന്ത്യയിലേക്ക് വന്നപ്പോ യുനാനിയിൽ നിന്ന് പല കാര്യങ്ങളും ആയുർവേദം ഉൾക്കൊണ്ടിട്ടുണ്ട്. അത്തരത്തിൽ പുതിയ അറിവുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു വൈമനസ്യം ആയുർവേദക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, പുതിയ അറിവുകളോട് ഇന്ത്യൻ ജനതയ്ക്ക് തോന്നിയ ഒരു അസാധാരണമായ അഭിനിവേശം, അതുകൊണ്ട് തന്നെയാണ് സംസ്കൃതവും അല്ലെങ്കിൽ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അറിവുകളും ഒക്കെ തന്നെ ഇന്ത്യക്കാരുടെ ഇടയിൽ തന്നെ ഒരു അവമതിപ്പിന് കാരണമായി തീരുകയും ചെയ്തല്ലോ. അതിനെതിരെ ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷാണ് ശ്രേഷ്ഠം, ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടതാണ് നല്ലത്, അതാണ് ശരി എന്നുള്ള ഒരു ചിന്താഗതി ഈ കൊളോണിയൽ ഭരണാധികാരികൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അങ്ങനെയും കൂടിയാണല്ലോ അടിമത്തം പൂർണ്ണമാകുന്നത്. കേവലം ഭരണപരമായ രാഷ്ട്രീയമായ അടിമത്തത്തിനേക്കാൾ ഏറെ സാംസ്കാരികമായ ഒരു അടിമത്തത്തെ കൂടി സൃഷ്ടിക്കുക എന്നുള്ളത് ഭരണാധികാരികളുടെ ആവശ്യമാണല്ലോ. അപ്പൊ അതൊക്കെ കൂടി ആയുർവേദത്തെ ബാധിക്കുകയുണ്ടായി. ആയുർവേദക്കാരുടെ ഉള്ളിലുള്ള യാഥാസ്ഥിതികതയ്ക്കൊപ്പം തന്നെ
ഇത്തരത്തിൽ ഉള്ള ഒരു അവഗണനയ്ക്ക്, ഭരണപരമായിട്ടുള്ള അവഗണന ഭരണാധികാരികളിൽ നിന്നുണ്ടായി. അതുപോലെ ഈ ജനതയുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കാനും അവർക്ക് കഴിഞ്ഞു. ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് ആയുർവേദത്തിന്റെ ഒരു സ്വാഭാവികമായ വളർച്ച ആ കാലഘട്ടത്തിൽ തടയപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹവും ചില സന്ദർഭങ്ങളിലെങ്കിലും സൂചിപ്പിക്കാറുള്ളത്. ഇനി ഡോക്ടർ എം.എസ്. വല്യത്താൻ എന്ന വലിയ ഡോക്ടർ വിടവാങ്ങി ആ ദിവസമാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ പൈതൃകം, അദ്ദേഹം ബാക്കി വെച്ചു പോയത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അലോപ്പതി രംഗത്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരിൽ ആ പൈതൃകം എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് ആയുർവേദ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ഗവേഷണ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ മുരളിയുടെ അഭിപ്രായം. അത് എത്രത്തോളം ഉണ്ടാക്കി എന്ന് പറയാൻ ഞാൻ ആളല്ല. അത് കൃത്യമായ അതിനൊരു അളന്നു നോക്കണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അത് ആയുർവേദക്കാരിൽ കുറെ അധികം ആത്മവിശ്വാസത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആധുനിക ശാസ്ത്രത്തിന്റെ മുമ്പിലും നമ്മളുടെ സിദ്ധാന്തങ്ങളെയും പ്രയോഗങ്ങളെയും നമുക്ക് തെളിയിച്ചു കൊടുക്കാവുന്നതാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം ആയുർവേദ ഗവേഷണ രംഗത്തും ആയുർവേദക്കാരിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പിന്നെ ആധുനിക ശാസ്ത്രം, മറ്റ് അനുബന്ധ ആധുനിക ശാസ്ത്രക്കാരുടെ ഇടയിലും ആയുർവേദത്തിനോട് താല്പര്യം ജനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പൊ സസ്യശാസ്ത്രജ്ഞന്മാരായിരിക്കാം, ബയോളജിസ്റ്റുകളായിരിക്കാം, ജനറ്റീഷ്യന്മാരായിരിക്കാം, അവരിലൊക്കെ തന്നെ ആയുർവേദത്തോട് ഒരു താല്പര്യം ജനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടുള്ള ചികിത്സകർക്കിടയിൽ, അലോപ്പതി ചികിത്സകർക്കിടയിൽ അദ്ദേഹത്തിന് എത്രത്തോളം സ്വീകാര്യത ഉണ്ടായി എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അത് അത്രത്തോളം ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നാം ഈ സംഭാഷണത്തിന്റെ, ഈ ആദര സംഭാഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. താങ്കളുടെ പിതാവ് വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാടിനെ കാണുവാൻ സ്ഥിരമായി വന്നുകൊണ്ടിരുന്നയാളാണ് ഡോക്ടർ എം.എസ്. വല്യത്താൻ. അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു ഡോക്ടർ മുരളിക്ക്? ഞാൻ ആയുർവേദം കഴിഞ്ഞ് ആയുർവേദ കോളേജിൽ അധ്യാപകനായി ജോലിക്ക് ചേർന്ന സമയമായിരുന്നു. അതെ, അപ്പോൾ മുതിർന്ന സമയമാണ്. അപ്പോൾ ആ കാലത്തിനെ കുറിച്ച് അവർ തമ്മിലുള്ള കണ്ടുമുട്ടലുകളും, വലിയ രണ്ട് മലയാളികൾ ഒരുമിച്ചിരുന്ന് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് പ്രൊഫസർ മുരളി. അത് ഓർത്തുകൊണ്ട് നമുക്ക് ഈ രണ്ടു പേർക്കുമുള്ള ആദരത്തോടു കൂടി നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. രാഘവൻ തിരുമുൽപ്പാടിനുള്ളതും എം.എസ്. വല്യത്താനുള്ളതും. ആ കാലങ്ങൾ ഒന്ന് ഓർക്കാമോ? അതെ, അദ്ദേഹം വരുന്നു എന്നുള്ളത് അറിയുമ്പോൾ തന്നെ ഞങ്ങൾ കുടുംബത്തിന് എല്ലാവർക്കും തന്നെ വളരെ ഉത്സാഹമായിരുന്നു. അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സ്ഥലവും വേണ്ട ഭക്ഷണവും എല്ലാം തന്നെ ഒരുക്കി കൊടുക്കുവാൻ ഞങ്ങൾ എല്ലാവരും തന്നെ ജാഗരൂകരായിരുന്നു. ഞാനും അതിന് മുന്നൊരുക്കങ്ങളായിട്ട് വേണ്ടപ്പെട്ട ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ, റഫറൻസിന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ഒക്കെ തന്നെ അവിടെ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുമായിരുന്നു. ചിലപ്പോൾ അച്ഛൻ എന്നോട്, അദ്ദേഹവും അതെ, ഡോക്ടർ എം.എസ്. വല്യത്താനും അതെ, ഏതെങ്കിലും പ്രത്യേക ഭാഗം പുസ്തകത്തിൽ എടുത്തു കാണിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ എനിക്ക് ആ സംഭാഷണത്തിൽ ഇടപെടാനും അവർ തമ്മിലുള്ള ആശയവിനിമയത്തിൽ പങ്കുചേരാനും ചെറിയ രീതിയിലാണെങ്കിലും അവസരം ഉണ്ടാവുകയും കൂടി ചെയ്തിട്ടുണ്ട്. ആ കാലത്തെ ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. മാത്രമല്ല, അച്ഛന്റെ മരണശേഷമാണെങ്കിൽ പോലും ആ ബന്ധം തുടർന്നു കൊണ്ടുപോകാനും കൂടി സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അനുജത്തിയെ തന്നെയാണ്, എൻ്റെ അനുജത്തി സംസ്കൃത പണ്ഡിതയായ ഡോക്ടർ മുത്തുലക്ഷ്മിയെ തന്നെയാണ് അദ്ദേഹം ഈ ലെഗസി ഓഫ് ചരക വിവർത്തനം ചെയ്യാൻ ഏൽപ്പിച്ചത്. ആ ഒരു സ്നേഹബന്ധം അദ്ദേഹത്തിന് ഈ ലെഗസി ഓഫ് ചരകയുടെ പേരിൽ ഒരു അവാർഡ് കേരളത്തിൽ എവിടെ നിന്നോ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ അനുജത്തിയെ തന്നെയാണ് ആ അവാർഡ് ഏറ്റുവാങ്ങാനും അതിന്റെ ഒരു ക്യാഷ് അവാർഡ് അത് അനുജത്തിയോട് തന്നെ എടുത്തുകൊള്ളാനും അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. പിന്നെ തുടർന്നും ചില കാര്യങ്ങൾ, ചില പ്രത്യേക ആയുർവേദത്തിന്റെ ചില പ്രത്യേക ശ്ലോകങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് എന്നെ ചിലപ്പോൾ ഫോൺ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആവുന്നത് പോലെ അദ്ദേഹത്തിന് അതൊക്കെ ചൂണ്ടിക്കാണിക്കാറും ഉണ്ട് എന്നുള്ളത്. പിന്നെ മാത്രമല്ല, ഞാനിപ്പോ എഡിറ്ററായിട്ടുള്ള ആയുർവേദ്യൻ എന്നുള്ള ക്വാർട്ടർലി റിസർച്ച് ജേണലിൽ
അഡ്വൈസറി ഉപദേശക സമിതിയിലും അദ്ദേഹം അംഗമാണ്. അപ്പോൾ ആ രീതിയിലും അദ്ദേഹവുമായിട്ട് ഇടയ്ക്ക് ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കാറുണ്ട്. വളരെ ഉറച്ച ശബ്ദം ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ ആ ഉറച്ച ഒരു ശബ്ദം ആ ഒരു അറിവിന്റെ ദാർഢ്യത്തെ സൂചിപ്പിക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും നിങ്ങൾ ഇതൊരു ഒരു ദില്ലി ദാലി എന്ന് പറയുന്ന ഒരു ശബ്ദമാധ്യമം കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ശബ്ദത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ദൃഢത തിരിച്ചറിയുന്നത്? അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ, ഒരിക്കലും തിരുത്തേണ്ടി വരാത്ത രീതിയിലുള്ള ഒരു വാക്കുകൾ, വളരെ ഉച്ചാരണ ശുദ്ധിയും കൃത്യതയും ഉള്ള വാക്കുകൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ശാസ്ത്രാവബോധത്തിന്റെ ഒരു വളരെ കൃത്യമായ പ്രതിഫലനമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോഴും എനിക്കത് ഇങ്ങനെ അനുഭവിക്കുകയും കൂടി ഞാൻ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ആ ഒരു കൃത്യത, ദാർഢ്യം, അതുപോലെ തിരുത്തപ്പെടാൻ ആവശ്യമില്ലാത്ത രീതിയിൽ വളരെ അളന്ന് കുറിച്ച വാക്കുകൾ പറയുക. വെറുതെ വ്യക്തിപരമായ സംഭാഷണത്തിൽ പോലും അങ്ങനെയാണ്. അല്ലാണ്ട് ഒരു ഔപചാരികമായ പ്രസംഗമോ എഴുത്തോ പോട്ടെ, വ്യക്തിപരമായ സംഭാഷണത്തിൽ പോലും അദ്ദേഹം ഈ കൃത്യത പുലർത്താറുണ്ട് എന്നുള്ളതാണ് അത്ഭുതമായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നത്. അപ്പോൾ ആധുനിക ഇന്ത്യ കണ്ട വലിയ ഡോക്ടർമാരിൽ ഒരാൾ ഡോക്ടർ എം എസ് വലിയത്താൻ വിടവാങ്ങിയ ഈ സമയത്ത് രണ്ട് പ്രമുഖ വൈദ്യശാസ്ത്ര പദ്ധതികളിൽ ഊന്നി നിന്ന് തൻ്റെ ആതുര സേവനത്തിനെ മുന്നോട്ട് കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഭാഗത്തെക്കുറിച്ച് വളരെ അവഗാഹത്തോടു കൂടി പാഷനേറ്റായിട്ട് വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുകൂടി ഇത്രയും നേരം ദില്ലി ദാലിയോട് സംസാരിച്ചതിന് ദില്ലി ദാലിയുടെ ഓരോ ശ്രോതാവിൻ്റെയും പേരിൽ ഞാൻ നന്ദി പറയുകയാണ് പ്രൊഫസർ കെ മുരളിക്ക്. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം.